സാൾട്ട് ആൻഡ് ക്യാമ്പർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കീം 2024 കേരള എഞ്ചിനീയറിംഗ് ഫാർമസി എൻട്രൻസ് എക്സാമിനേഷൻ്റെ അഡ്മിറ്റ് കാർഡ് കാൻഡിഡേറ്റ് പോർട്ടലിൽ ലഭ്യമാണ്. കാൻഡിഡേറ്റ് പോർട്ടലിലൂടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും അതേപോലെ പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഫൈലിൻ്റെ തൊട്ട് മേലെയുള്ള ആ 3 വര അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ അഡ്മിറ്റ് കാർഡ് കാണാവുന്നതാണ്. അഡ്മിറ്റ് കാർഡ് പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ സെൻറ്റർ ഏതാണെന്നുള്ളതും അതേപോലെ പരീക്ഷാ ഡേറ്റും കൃത്യമായിട്ട് അറിയാൻ സാധിക്കുകയുള്ളൂ. ഈ അഡ്മിറ്റ് കാർഡ് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് മാത്രമേ നിങ്ങൾക്ക് അതാത് സെൻറ്ററുകളിൽ പോകാനും സാധിക്കുകയുള്ളൂ. ഇപ്പോൾ പലർക്കും പല സ്ഥലത്തുമായിട്ട്, അതായത് വളരെ ദൂരെയുള്ള സെൻറ്ററുകളൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ എന്തെങ്കിലും തീരുമാനം വരുമോ ഇല്ല എന്നുള്ളത് ഇപ്പോൾ നിലവിൽ വ്യക്തമല്ല. എന്നിരുന്നാലും അങ്ങനെ സെൻറ്റർ കിട്ടിയവർ അവരെ ഒരു മെയിൽ അയച്ച് സിഇക്ക് ഒരു മെയിൽ അയക്കുക. അതേപോലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിലൊന്ന് പെടുത്തിയിട്ട് ഈ പ്രശ്നത്തിനൊരു പരിഹാരം കിട്ടുമോ എന്ന് അന്വേഷിക്കുക. ഇപ്പോൾ നിലവിൽ ഈ എൻട്രൻസ് എക്സാമിന് അഡ്മിറ്റ് കാർഡ് കിട്ടിയവർ ശ്രദ്ധിക്കേണ്ട കാര്യം, എൻജിനീയറിങ്ങും ഫാർമസിയും എഴുതുന്നവരാണെങ്കിൽ അവർ എൻജിനീയറിങ്ങിൻ്റെ എക്സാം മാത്രം എഴുതിയാൽ മതി. അതിൽ നിന്ന് തന്നെ അവർക്ക് ഫാർമസി റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കാനുള്ള മാർക്കും കൂടെ, ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും മാർക്ക് അതിൽ നിന്ന് തന്നെ എടുക്കും എന്നാണ് അറിയുന്നത്. അപ്പോൾ അവർക്ക് ആ ഒരു ദിവസത്തെ, അവർക്ക് എന്നാണോ എക്സാം, ആ എക്സാമിൻ്റെ അന്നത്തെ ദിവസത്തെ ഹാൾ ടിക്കറ്റ് മാത്രമേ വന്നിട്ടുണ്ടാവുള്ളൂ. ഫാർമസി മാത്രം എഴുതുന്നവരാണെങ്കിൽ അവർക്ക് 6/6/2024 ഉച്ചയ്ക്ക് ശേഷം 3:30 മുതൽ 5 മണി വരെ നടക്കുന്ന പരീക്ഷയുടെ എക്സാം ആയിരിക്കും, ഹാൾ ടിക്കറ്റ് ആയിരിക്കും വന്നിട്ടുണ്ടാവുക. ഫാർമസി മാത്രം എഴുതുന്നവർക്ക് അങ്ങനെ ഒരു ഹാൾ ടിക്കറ്റ് വന്നിട്ടുണ്ടാവുള്ളൂ. അല്ലാത്തവർ ഫാർമസി ആണെങ്കിലും അതേപോലെ ബിഫാം ആണെങ്കിലും രണ്ടും കൂടെ എഴുതുന്നവരാണെങ്കിൽ അവർക്ക് രാവിലത്തെ ഏതെങ്കിലും ഒരു ദിവസത്തെ 5-ാം തീയതി മുതൽ 9-ാം തീയതി വരെയുള്ള ഏതെങ്കിലും ഒരു ദിവസത്തെ രാവിലത്തെ എക്സാമിൻ്റെ ഹാൾ ടിക്കറ്റ് ആയിരിക്കും വന്നിരിക്കുന്നത്. ആ ഹാൾ ടിക്കറ്റ് ഉപയോഗിച്ച് ആ പരീക്ഷ എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് ഫാർമസി റാങ്ക് ലിസ്റ്റിലേക്ക് പ്രവേശിക്കാനുള്ള പരീക്ഷയും അതുതന്നെയാണ് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഫാർമസി കോഴ്സിനും എൻജിനീയറിംഗ് കോഴ്സിനും മാത്രമുള്ള അഡ്മിറ്റ് കാർഡാണ് ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുന്നത്. മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അപ്ലൈഡ് കോഴ്സുകളിലേക്കും അതേപോലെ BR കോഴ്സുകളിലേക്കും കീം പരീക്ഷ നടത്തുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ ഇപ്പോൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അഡ്മിറ്റ് കാർഡ് കാണില്ല. അവരുടെ പ്രൊഫൈൽ വേണമെങ്കിൽ ചെക്ക് ചെയ്യാവുന്നതാണ്. ഇനി ചിലരുടെ അഡ്മിറ്റ് കാർഡ് വിത്ത്ഹെൽഡ് ചെയ്തിട്ടുണ്ട്. അതായത് നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാലും അവിടെ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് കാണാൻ കഴിയില്ല. അങ്ങനെ വിത്ത്ഹെൽഡ് ആണ് എന്നുള്ള ഒരു മെസ്സേജ് അവിടെ ഉണ്ടാവും. അതേപോലെ മെമ്മോ ഡീറ്റെയിൽസും വന്ന് കിടക്കുന്നുണ്ടാവും. മെമ്മോ ഡീറ്റെയിൽസ് വരാൻ കാരണം, അതായത് വിത്ത്ഹെൽഡ് ചെയ്യാൻ കാരണം 3 എണ്ണമാണ് പറയുന്നത്. ഒന്ന്, ഫോട്ടോയിലുള്ള മിസ്റ്റേക്ക്, അതായത് കറക്റ്റ് ഡയമെൻഷൻ അല്ല, അല്ലെങ്കിൽ ബ്ലർഡാണ് ഫോട്ടോ എങ്കിൽ അതിലുള്ള മിസ്റ്റേക്ക് കാരണം അഡ്മിറ്റ് കാർഡ് തടഞ്ഞു വെച്ചിട്ടുണ്ടാവും. അതേപോലെ സിഗ്നേച്ചറിലും കറക്റ്റ് ഡയമെൻഷനുള്ള സിഗ്നേച്ചറോ അല്ലെങ്കിൽ പറഞ്ഞ രൂപത്തിലുള്ള സിഗ്നേച്ചറോ അല്ല എങ്കിൽ, അതായത് ബ്ലർഡ് ആണെങ്കിൽ അവിടെയും നിങ്ങളുടെ ഈ അഡ്മിറ്റ് കാർഡ് തടഞ്ഞു വെച്ചിട്ടുണ്ടാവും. അതേപോലെ ഫീസ് അടക്കാൻ ബാക്കിയുള്ളവർ, അതായത് ആദ്യം എൻജിനീയറിംഗ് കോഴ്സ് ഓപ്റ്റ് ചെയ്തു, പിന്നീട് കോഴ്സ് ആഡിങ്ങിൻ്റെ സമയത്ത് മറ്റേതെങ്കിലും കോഴ്സ്, അതായത് മെഡിക്കലോ അലൈഡോ അല്ലെങ്കിൽ BRക്കോ ഏതെങ്കിലും ഒന്ന് ആഡ് ചെയ്തു. അവിടെ ഫീസ് അടക്കാനുള്ള സൗകര്യം അപ്പോൾ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞ നിരവധി പേരുണ്ട്. ഫീസ് അടക്കാൻ അപ്പോൾ സാധിച്ചില്ല എന്ന് പറഞ്ഞവർ. അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിൽ അവരുടെ അഡ്മിറ്റ് കാർഡും വിത്ത്ഹെൽഡ് ചെയ്തിട്ടുണ്ടാകും. അവർ ബാക്കി ഫീസും കൂടെ അടച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇതിൽ ഈ പരീക്ഷ എഴുതാൻ സാധിക്കുള്ളൂ, അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്യുള്ളൂ. അതേപോലെ SSLC സർട്ടിഫിക്കറ്റ്, 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് മാൻഡേറ്ററി ആയിട്ട് അപ്ലോഡ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അത് അപ്ലോഡ് ചെയ്യാത്തവരുടെ, അല്ലെങ്കിൽ അത് കൃത്യമായിട്ടുള്ള ഫോർമാറ്റിലല്ല എങ്കിൽ, PDF ഫോർമാറ്റിലാണ് പറഞ്ഞിരുന്നത്, ആ ഫോർമാറ്റിലല്ല എങ്കിലും അതേപോലെ അതിൽ ബ്ലർഡായിട്ട് അപ്ലോഡ് ചെയ്തവരാണെങ്കിലും അവരുടെയും അഡ്മിറ്റ് കാർഡ് തടഞ്ഞു വച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ അവരുടെ അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്യണമെങ്കിൽ 1/6/2024 4 മണിക്കകം ആ മെമ്മോ ഡീറ്റെയിൽസ് ക്ലിയർ ചെയ്യണം. മെമ്മോ ഡീറ്റെയിൽസ് തന്നെ അവിടെ വന്ന് കിടക്കുന്നുണ്ടാവും. ആ മെമ്മോ ഡീറ്റെയിൽസിൽ കയറിക്കഴിഞ്ഞാൽ നിങ്ങളുടെ എന്തിനാണ് പ്രശ്നം, ഫോട്ടോക്കാണോ, സിഗ്നേച്ചറിനാണോ, SSLC സർട്ടിഫിക്കറ്റിനാണോ, അതല്ല ഫീസ് അടക്കാനാണോ എന്നുള്ളത് അവിടെ കാണിക്കും.
രണ്ടോ മൂന്നെണ്ണോ കാണിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ക്ലിയർ ചെയ്യണം. അല്ല ഒറ്റ ഒന്നാണ് കാണിക്കുന്നതെങ്കിൽ അത് മാത്രം ക്ലിയർ ചെയ്യണം. എല്ലാം ക്ലിയർ ചെയ്യാനുള്ള അവസാന ദിവസം എന്ന് പറയുന്നത് 1/6/2024 വൈകിട്ട് 4 മണി വരെയാണ്. അതിനുശേഷം ഇത് ക്ലിയർ ചെയ്യാൻ സാധിക്കില്ല എന്ന് വെച്ചാൽ ഈ വർഷത്തെ എക്സാമിൽ നിന്ന് നിങ്ങൾ പുറത്താകും. അപ്പോൾ അഡ്മിറ്റ് കാർഡ് വിത്ത് ഹെൽഡ് ചെയ്തവർ പ്രത്യേകം ശ്രദ്ധിക്കുക. അവർക്ക് ഇത് ക്ലിയർ ചെയ്യാനുള്ള സമയം എന്ന് പറയുന്നത് 1/6/2024 വൈകിട്ട് 4 മണി വരെയാണ്. അതിനകം ക്ലിയർ ചെയ്തിട്ടില്ല എങ്കിൽ അവർ ഈ വർഷത്തെ എക്സാമിൽ നിന്ന് പുറത്താവും. അവരുടെ ഇതിങ്ങനെ ക്ലിയർ ചെയ്യേണ്ടവർ, അതായത് ഇതെല്ലാം ഡിഫക്റ്റ് ഉള്ളവർ, ഇതിലേതെങ്കിലും ഒന്നിനും ഡിഫക്റ്റ് ഉള്ളവരുടെ പ്രൊഫൈലിൻ്റെ തൊട്ട് താഴെ മെമ്മോ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ് വന്ന് കിടക്കുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തിരിച്ചറിയാൻ അവർക്ക് സാധിക്കുന്നതാണ്. അവരത് ക്ലിയർ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കീം 2024 അഡ്മിറ്റ് കാർഡ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എടുക്കണോ അതല്ല കളറിലെടുക്കണോ എന്ന് പലരും ചോദിക്കുന്നുണ്ട്. ഈ നോട്ടിഫിക്കേഷൻ പറയുന്നത് കളർ പ്രിൻ്റ് ഔട്ട് എടുത്താൽ അത്രയും നല്ലത് എന്നുള്ള അഭികാമ്യം എന്നാണ് പറയുന്നത്. അഭികാമ്യം എന്ന് പറഞ്ഞാൽ എടുത്താൽ അത്രയും നല്ലത്, അല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിൻ്റ് ഔട്ട് ആയാലും യാതൊരു പ്രശ്നവും ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ ഇതിൻ്റെ കൂടെ എന്തൊക്കെയാണ് കൊണ്ടുപോകാൻ പറ്റുക എന്നുള്ളത് ഈ നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. അതായത് നിങ്ങളുടെ ID പ്രൂഫ്, നിങ്ങൾ എക്സാമിന് പോകുമ്പോൾ ഒരു ഒറിജിനൽ ID പ്രൂഫ് കയ്യിലുണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അത് നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് പറഞ്ഞിട്ടുണ്ടാവും. ആ ID പ്രൂഫ് എന്തൊക്കെയാണെന്നുള്ളതും കൂടി ഈ നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. സ്കൂൾ ഐഡൻറ്റിറ്റി കാർഡ്, നിങ്ങളുടെ സ്കൂളിലെ ഐഡൻറ്റിറ്റി കാർഡ്, അതായത് +2 ഐഡൻറ്റിറ്റി കാർഡാണ് പറയുന്നത്. പാൻ കാർഡ് ഉണ്ടെങ്കിൽ അതായാലും മതി. ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടാവാൻ സാധ്യത, ഇപ്പോൾ +2 പാസ്സായവരാണെങ്കിൽ ഉണ്ടാകാൻ സാധ്യത കുറവാണ്. എന്നാൽ നേരത്തെ പാസ്സായവരാണെങ്കിൽ അവർക്ക് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ്, വോട്ടർ ID, ആധാർ കാർഡ്, ഈ ആധാർ ആയാലും പറ്റും, ആധാർ കാർഡോ അല്ലെങ്കിൽ ഈ ആധാറോ, പാസ്പോർട്ട്, അതും അല്ലെങ്കിൽ ക്ലാസ് 12ൻ്റെ ഹാൾ ടിക്കറ്റ്, അതിൽ ഫോട്ടോ പറിച്ചു പോയത് ഫോട്ടോ ഉള്ള ഹാൾ ടിക്കറ്റ് ആയിരിക്കണം. അതേപോലെ ഏതെങ്കിലും ബാങ്ക് പാസ്ബുക്ക്, ഫോട്ടോഗ്രാഫുള്ള ഏതെങ്കിലും ബാങ്ക് പാസ്ബുക്ക് ഉണ്ടെങ്കിൽ അതും ആക്സെപ്റ്റബിൾ ആണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്നിൻ്റെ ഒറിജിനലും കൊണ്ടായിരിക്കണം നിങ്ങൾ അഡ്മിറ്റ് കാർഡും ഇതിൽ ഏതെങ്കിലും ഒന്നിൻ്റെ, ഈ പറഞ്ഞ ഐഡൻറ്റിറ്റി കാർഡിൻ്റെ ഏതെങ്കിലും ഒന്നിൻ്റെ ഒറിജിനലും കൊണ്ടായിരിക്കണം നിങ്ങൾ എക്സാമിന് പോകേണ്ടത് എന്നുകൂടി ഉണർത്തുകയാണ്. അപ്പോൾ ഇതൊക്കെ പാലിച്ചുകൊണ്ട് എക്സാം എഴുതാൻ ശ്രദ്ധിക്കുക. ഇനി കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ സിയുടെ നോട്ടിഫിക്കേഷൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എപ്പോഴും പരീക്ഷ എഴുതുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് സിയുടെ നോട്ടിഫിക്കേഷനാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. www.cee.kerala.gov.in എന്ന വെബ്സൈറ്റിൽ വരുന്ന നോട്ടിഫിക്കേഷൻ ശ്രദ്ധിക്കുക. അതേപോലെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അവരുടെ ഹെൽപ്പ് ലൈൻ നമ്പറായ 0471252530 എന്ന നമ്പറിൽ വിളിച്ച് സംശയങ്ങൾ നിവാരണം ചെയ്യാവുന്നതാണ്. കൂടുതൽ കാര്യങ്ങൾ വരുന്ന മുറക്ക് ഈ ചാനലിലൂടെ അപ്ഡേറ്റ് ചെയ്തു തരാം. വീഡിയോ വാച്ച് ചെയ്തതിന് നന്ദി. നമസ്കാരം.